പ്രവാചകന്മാരുടെ ജീവിത ചരിത്രമൊന്ന് പരിശോധിക്കുമ്പോ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചവരാണെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. മത്സ്യവയറ്റിൽ കുടുങ്ങിയ പ്രവാചകനുണ്ട്. എന്താ പ്രവാചകന്റെ പേര്? മത്സ്യവയറ്റിൽ കുടുങ്ങിയ പ്രവാചകൻ ആര്? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ കുടുങ്ങിയപ്പോ ഒന്നും രണ്ടും ദിവസമല്ല 40 ദിവസത്തിലധികം മത്സ്യവയറ്റിൽ കുടുങ്ങിയ നേരം, മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന നേരം ആ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സർവം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവിന് മാത്രമാണ് എന്നെ സംരക്ഷിക്കാൻ കഴിയുക എന്ന ഉദാത്തമായ ചിന്തയാണ് ഞാൻ ഈ സദസ്സിനോട് പറയുകയാണ്. ഇതേ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, അല്ലയോ സ്വഹാബ, നിങ്ങൾക്ക് വല്ല രോഗവും പിടിപെട്ട് കഴിഞ്ഞാൽ ആ രോഗാവസ്ഥയിൽ 40 തവണ നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം പറയുകയും ആ രോഗത്തിലെങ്ങാനും നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭ്യമാവുക. ഇനിയോ ആ രോഗമെങ്ങാനും സുഖപ്പെട്ടാലോ, ആ രോഗം സുഖപ്പെടലോടെ എല്ലാ പാപങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അവർ രോഗം വന്നു കഴിഞ്ഞാൽ 40 തവണ പറയണം, ലാ ഇലാഹ ഇല്ലാ അൻത. 40 വട്ടം പറഞ്ഞാൽ ആ രോഗത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലി. ആ രോഗം സുഖപ്പെട്ടാലോ മഗ്ഫൂർ, പാപമോചനം നൽകപ്പെട്ടവനായിട്ടാണ് രോഗം സുഖപ്പെടുക എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, രോഗം വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചു വെക്കാൻ വേണ്ടി കഴിയണം. അതിനൊക്കെ സാധ്യമാണെങ്കിൽ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. ഇങ്ങനെ നീട്ടി വളച്ചൊടിച്ച്